ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാനായി പോകാനൊരുങ്ങുകയാണ്. നീ അവിടെ ചെന്നിട്ട് ഗംഗയോട് പോകരുത് എന്ന് പറയണം. ഞാൻ ഇന്ന് വരെ അവളോട് അരുത് എന്ന് പറഞ്ഞിട്ടില്ല സണ്ണി. ഇന്ന് പറയണം. ഒരു ദാക്ഷിണ്യവുമില്ലാതെ പറയണം പോകരുതെന്ന്. എത്ര കേണപേക്ഷിച്ചാലും നീ സമ്മതിക്കരുത്. പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതറരുത്. ഗംഗയോടുള്ള എല്ലാ സ്നേഹവും എടുത്ത് നീ നിന്റെ ഗംഗയെ തിരിച്ചു വിളിക്കണം. വെക്കോളൂ. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். கங்கை ഗംഗേ, നഗലേട്ടാ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഗംഗ ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാനിപ്പോ എന്തോ പറഞ്ഞു. പറ നഗലേട്ടാ, എനിക്കെന്താ നഗലേട്ടാ? നിനക്കൊന്നുമില്ല. ഉണ്ട്, എനിക്കെന്തോ ഉണ്ട് നഗലേട്ടാ. നിനക്കൊന്നുമില്ല ഗംഗ, നീ കരയാതെ. നഗലേട്ടാ, എന്നെ വെറുക്കല്ല നഗലേട്ടാ. ഗംഗേ, 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 എന്നെ വെറുക്കല്ല നഗലേട്ടാ. ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. ഗംഗേ, നഗലേട്ടാ, നിനക്കെന്താ വേണ്ട? ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ. എടാ സണ്ണി, എന്റെ ഗംഗയെ നീ എന്ത് ചെയ്യാനാടാ പോകുന്നത്? പറയടാ. അവളെ കണ്ട മന്ത്രവാദികളെയൊക്കെ ഏൽപ്പിക്കാനാണോ നിന്റെ പുറപ്പാട്? സമ്മതിക്കണ്ട, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. വേണ്ട, നീ ഇനി ഒരു അക്ഷരം പറയണ്ട. കണ്ടടാ ഞാൻ എന്റെ ഗംഗയെ. ഞാൻ അവളെ കൊണ്ടുപോകും, കൽക്കട്ടയിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും. പക്ഷെ നിന്റെ കയ്യിൽ ഇനി ഞാൻ അവളെ തരില്ല. എടാ, ഞാൻ പറയുന്നത് കേൾക്കാൻ. നീ ഒന്നും പറയണ്ട. വിടാൻ കൊണ്ടുപോകാൻ പറ്റില്ല. സണ്ണി, ഞാൻ കൊണ്ടുപോകും. ഞാൻ പറയുന്നത് കേൾക്കാൻ. സണ്ണി വിടാനാ പറഞ്ഞത്. വിടാൻ. സണ്ണി, നിന്റെ ഒരു ട്രീറ്റ്മെന്റും അവൾക്ക് ആവശ്യമില്ല. വയ്ക്കോ, നീ കൊണ്ടുവയ്ക്കടാ. പക്ഷെ പോകുന്നതിന് മുമ്പ് എന്നറിഞ്ഞോ, ലോകത്തുള്ള ഒരു മരുന്നിനും ഒരു സൈക്കാട്രിസ്റ്റിനും നിന്റെ ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഏത് വലിയ സൈക്കാട്രിസ്റ്റിനും ചെയ്യാൻ കഴിയുന്നൊക്കെ ഞാനും ചെയ്യാം. വേണമെങ്കിൽ പുതിയൊരു ഗംഗയെ തന്നെ ഞാൻ നിന്റെ മുമ്പിലിട്ട് തരാം. പക്ഷെ അത് ജീവനുള്ള വെറും ഒരു കളിമൺ പ്രതിമയായിരിക്കും. അത് മതിയോടാ? എനിക്കും നിനക്കും പരിചയമുള്ള ആ ഗംഗയെ, ജീവസും തേജസ്സുമുള്ള നിന്റെ ആ പഴയ ഗംഗയെ തിരിച്ചു തരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനൊരു രാത്രി കൂടെ നീ എനിക്ക് തരണം പ്ലീസ്. ഈ ഒരൊറ്റ രാത്രി കൂടെ പ്ലീസ്.
എത്ര രാത്രികൾ വേണേലും എടുത്തോ സണ്ണി. എനിക്ക് അവളെ വേണം. അവളെ എനിക്ക് തിരിച്ചു വേണം. ഒരു പരീക്ഷണം അവശേഷിക്കുന്നു. ഞാനതിന് പുറപ്പെടുകയാണ്. ഗംഗ ചിലപ്പോൾ നിന്നെ ഉപദ്രവിച്ചെന്നിരിക്കും, പിച്ചു ചീന്തിയെന്നിരിക്കും, കൊല്ലാൻ ശ്രമിച്ചെന്നിരിക്കും. ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത മുറിവുകൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെന്നിരിക്കും. സണ്ണി, എനിക്കെന്തും വന്നോട്ടെ. അവൾ എന്നെ എന്ത് വേണേലും ചെയ്തോട്ടെ. കൊല്ലുതെങ്കി കൊല്ലട്ടടാ. പക്ഷെ നീ എന്റെ ഗംഗ എനിക്ക് തിരിച്ചു തരണം. തിരിച്ചു താ സണ്ണി. തരാം, തരാം, തരാം. ഓം ഹ്രീം പുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതനി രൂപ ഘട ഘട പ്രജട പ്രജട ഗഹ ഗഹ വമ വമ ബന്ധ ബന്ധ കുംഭൽ സ്വാഹ. ഓം ഹ്രീം പുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതനി രൂപ ഘട ഘട പ്രജട പ്രജട ഗഹ ഗഹ വമ വമ ബന്ധ ബന്ധ കുംഭൽ സ്വാഹ. ആ വാഹനത്തട്ടിലേക്കാണ് നാഗവല്ലിയെ കൊണ്ടിരുത്തേണ്ടത്. അത് മഹാദേവനെ കൊണ്ടേ സാധിക്കൂ. ഓം ഹ്രീം പുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര നരതനി രൂപ ഛട ഛട പ്രജട പ്രജട. അവനെ ഞാൻ കൊല്ലണോ? എന്നെ വിട്. ദ്രോഹി. വിട്. എന്നെ പോക വിട്. ഞാൻ അവനെ കൊല്ലണോ? വിട്. ആരാണ്? சொல்ல மாட்டேன். ആരാണ് നീ? சொல்ல மாட்டேன். പറയില്ലേ? சொல்ல மாட்டேன். ഇരിക്ക. ആ കളത്തിലിരിക്കാൻ. ഇരിക്കവിടെ. നീ എന്തിനു വന്നു? கொல்றதுக்கு. ആരെ? அவனை கொல்றதுக்கு. இன்னைக்கு துர்காஷ்டமி. அவனை கொன்னு அவன் ரத்தத்தை நான் குடிக்கணும். അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊന്ന് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ? സത്യം? സത്യം, സത്യം, സത്യം. കൊണ്ടുവാ അവനെ.
துர்காஷ்டமி உன்னை கொல்ல போறேன் ஒரு ரத்தத்தை குடிக்க போறேன் யாத்திரத்தை தீர்த்துக்க போறேன் விடுங்க என்ன அவனை கொல்லணும் கொல்ல விடுங்க ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എന്റേതാണ്, കേൾക്കുന്ന മനസ്സ് ഗംഗയുടേതാണ്. യു ആർ ഗംഗ, യു ആർ ഗംഗ. നീ ഗംഗയാണ്. 3 സെക്കൻഡിനകം ഗംഗ ഗംഗയുടെ ബോധ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു. Tell me, who are you? പറയൂ, നീ ആരാണ്? ഗംഗ. മുഴുവനും പറയൂ. ഗംഗ നകുലൻ. ഗംഗ ഇപ്പോൾ സന്തോഷവതിയാണ്, വളരെ വളരെ സന്തോഷവതിയാണ്. ഗംഗ പൂർണ്ണമായും രോഗവിമുക്തയായിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ ഗംഗ ഇപ്പോൾ ഉണരാൻ പോവുകയാണ്. സാവധാനം ഉണരുകയാണ്. സ്ലോലി വേക്കപ്പ്, വേക്കപ്പ്, വേക്കപ്പ്. കം ഓൺ. ഞങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ? അതെന്താ സണ്ണി അങ്ങനെ ചോദിച്ചത്? ഗംഗയ്ക്കൊരു രോഗം ഉണ്ടായിരുന്നു, രസകരമായൊരു രോഗം. അതിനെ വേരോടെ ഞാനിങ്ങി പറിച്ചെടുത്തു. ഒരിക്കലും ഒരിക്കലും ഗംഗയ്ക്ക് ഇനി അതുണ്ടാവില്ല. അതിന് ഞാനാണ് ഉറപ്പ്. എനിക്കറിയാം. എനിക്ക് സണ്ണി വിശ്വാസമാണ്. താങ്ക് യു സണ്ണി. കഴിഞ്ഞതൊക്കെ അറിയണമെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ 2 പേരും മാത്രമുള്ള നിങ്ങളുടെ സ്വകാര്യമായ ഏതെങ്കിലും സമയത്ത് ഒരു തമാശ കഥ പോലെ നകുലിനെല്ലാം പറഞ്ഞുതരും. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയ്ക്ക്. വേണമെന്നില്ല സണ്ണി, എല്ലാം എനിക്ക് മനസ്സിലായി. നന്ദിയുണ്ട് പലരോടും, ശ്രീദേവി ചേച്ചിയോടും സണ്ണിയോടും ഒക്കെ. പക്ഷേ എത്ര ജന്മങ്ങൾ നന്ദി പറഞ്ഞാലും തീരാത്തത് എന്റെ നകുലേട്ടനോടാണ്. ഇത്രയും ഇത്രയും എന്നെ സ്നേഹിക്കുന്നതിന്. കേട്ടില്ലടാ, കേട്ടില്ലേ? ഈ നിൽക്കുന്ന നിന്റെ ഗംഗെ, മനസ്സിന്റെ ഓരോ പരമാണു കൊണ്ടും നിന്നെ സ്നേഹിക്കുന്ന ജീവസും ഓജസ്സും ഉള്ള ഈ ഗംഗയെ നിനക്ക് തിരിച്ചു തരാമെന്നടാ ഞാൻ ഏറ്റത്, ഞാൻ ആഗ്രഹിച്ചത്. ഇന്ന് പിടിച്ചോടാ. ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ 2 പേരും. ലോകത്തിൽ ഒരു ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് ഇത്ര ആഴത്തിൽ പരസ്പരം അറിഞ്ഞു കാണില്ല. സത്യം, സത്യം. ഇനി പൊയ്ക്കോ, തെക്കിനിയിലോ കുക്കിനിയിലോ കഥകളി കാണാനോ അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാനോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എനിക്ക് ചില്ലറ ജോലി ഇവിടെ ഉണ്ട്. എന്താ? ഭ്രാന്തുള്ളവരോട് കഴിയുക വലിയ ബുദ്ധിമുട്ടാണ്. ഭ്രാന്തിനെ ചികിത്സിക്കുന്നവരോട് കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ അമ്മച്ചിയെ ഇങ്ങോട്ട് അയക്കട്ടെ. പിന്നെ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാദോഷമൊന്നുമില്ല. അതെ, ഞാൻ എൻ്റെ അമ്മച്ചേ കേട്ടാ. എല്ലാരും കൂടി ഇതെങ്ങോട്ടാ? സണ്ണി, എനിക്കിനി എത്രയും വേഗം എന്റെ നകുലേട്ടനെ മാത്രമായിട്ട് മാറണം.
നകുലേട്ടനത് പൂർണ്ണ ബോധ്യമാവണം. അതിന് കൽക്കട്ട തന്നെയാ നല്ലത്. ഇപ്പൊ തന്നെ പുറപ്പെടുക. വെരി ഗുഡ്. ഞാൻ വരാം, ഞാനിപ്പോ വരാം. വേഗം വന്നേക്കണം കേട്ടാ. ചന്തു, ഇതും കൂടെ. കാർന്നൂരിനി എന്നാണാവോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരിക? കളിയാക്കൊന്നും വേണ്ട. തമിഴത്തെ പൂട്ടിയിട്ടുള്ളൂ. കാരണം ഇവരിവിടെയൊക്കെ കറങ്ങി കിടപ്പുണ്ട്, സൂക്ഷിക്കണം. സൂക്ഷിക്കാനൊന്നുമില്ല. ഇനി ഈ കാർന്നൂർ ഇവിടെ സ്ഥിരതാമസാക്കിയാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കിണ്ടി കാട്ടുപറമ്പൻ എങ്ങനെയുണ്ട്? ഇപ്പൊ വെള്ളത്തിൽ ചവിട്ടിലൊന്നുമില്ലല്ലോ? ഒരു സെക്കൻഡ് ഞാൻ നോക്കാം. നാക്കിട്ട് ഓ ഇതായിരുന്നല്ലേ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടെ ആയിരുന്നു കുഴപ്പം. ഇവിടുന്ന് ഒരു കിളി പറന്നു പോയത് അതാ പറഞ്ഞത്. ഇനിയിപ്പോ വെള്ളത്തിലൊക്കെ ചവിട്ടാം കേട്ടോ. അപ്പൊ എനിക്കിനി കുളിക്കാലോ? കുളിക്കാം. അപ്പൊ അതിന്റെ പെരുമാറ്റത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അപ്പൊ രോഗാശേഷം മാറി? ഇത് രോഗമൊന്നും അല്ലായിരുന്നു, ഒരുതരം മാനസിക വിഭ്രാന്തി. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഇമാർക്കസ് കിനോഫിയ തകാഡി എന്ന് പറയും. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. പോട്ടെ. ശരി, വരട്ടെ. അയ്യോ വേണ്ട, എനിക്കൊരു ഇഷ്ടമുണ്ട്. അതിവിടെ ഉള്ള ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുമ്പം സമ്മതിച്ച് അനുഗ്രഹിക്കണം. ഇറങ്ങട്ടെ. ഒന്ന് നിർത്തിക്കേ. അപ്പോ ചെമ്പങ്കോട്ടെ ശ്രീദേവി കൊച്ചിന്റെ ഭ്രാന്തൊക്കെ മാറിയോ? ശ്രീദേവി ചേച്ചിക്ക് അല്ലായിരുന്നു ഭ്രാന്ത്. പിന്നെ